നമ്മൾ ഇന്ന് ഇൻക്യുബേറ്ററിന്റെ അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏകദേശം ഇൻക്യുബേറ്ററിനകത്ത് നമ്മൾ താറാവിന്റെ മുട്ട വെച്ചിട്ട് ഏകദേശം 10 ദിവസം പിന്നിട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഇതിന്റെ ഭ്രൂണം ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഇൻക്യുബേറ്ററിനകത്തേക്ക് കോഴിമുട്ട ആണെങ്കിലും താറാവ് മുട്ട ആണെങ്കിലും എന്ത് മുട്ട വെക്കുന്ന സമയത്താണെങ്കിലും അത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള മുട്ടകൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് വെക്കാനുള്ള ശ്രമം നടത്തണം. അപ്പൊ നമ്മൾ അടുത്തുള്ള ഒരു ഫാമിൽ നിന്ന് നമ്മൾ കുറച്ച് താറാവ് മുട്ടകൾ കളക്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരു ഓർഡർ ചെയ്ത് നമുക്ക് സാധനം മേടിച്ച് നമ്മൾ വെക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പൂവിന് ഇണ ചേരാതെ കോഴികളാണെങ്കിലും താറാവാണെങ്കിലും മുട്ട ഇടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്യുബേറ്ററിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിരിക്കാൻ പറ്റില്ല. കാരണം അതിന് ഭ്രൂണം ഉണ്ടാവില്ല എന്നാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ പഴകിയ മുട്ടകളുണ്ട്. ഇപ്പൊ താറാവാണെങ്കിലും കോഴിയാണെങ്കിലും മുട്ടയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ 1 മാസം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ടുള്ള മുട്ടകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും പഴകിയ മുട്ടകളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് വെക്കണമെന്നുണ്ടെങ്കിലും ഒരു പക്ഷെ വിരിയാൻ ചാൻസ് ഇല്ല. അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യണം, ഇതിലുള്ള നമ്മൾ വെച്ചില്ല ഏകദേശം 10-35 താറാവ് മുട്ടകളോളാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഭ്രൂണം ടെസ്റ്റ് ചെയ്യാം. എങ്ങനെ ഭ്രൂണം ടെസ്റ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഈ ഭ്രൂണം ടെസ്റ്റ് ചെയ്യാനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അതും നോക്കാറുണ്ട്. നമ്മൾ ഈ തുടക്കത്തിൽ ഈ ഒരു ഇൻക്യുബേറ്റർ മേടിച്ച സമയത്ത് തന്നെ ഇതിനകത്ത് വ്യക്തമായിട്ട് ഒരു പേപ്പർ ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഈ നിർദ്ദേശപ്രകാരം തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൈ ഫാമിങ്ങിൽ നമ്മൾ സിമെന്റ് ടാങ്കുകൾ ഗപ്പി വളർത്താനും വേണ്ടിയിട്ട് 3-4 സിമെന്റ് ടാങ്കുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരാഴ്ചക്ക് മുകളിലായിട്ട് നമ്മൾ അതിൽ വാഴപ്പിണ്ടി ഇട്ട് വെച്ച്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റേജ് നമ്മൾ കല്ലുപ്പിട്ടിട്ട് വെള്ളം നിറച്ച് വെക്കലായിരുന്നു. ഇപ്പൊ അതും ചെയ്തിട്ടുണ്ട്, 2-3 ദിവസമായിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം, കല്ലുപ്പിട്ടിട്ടുള്ള ആ ടാങ്ക് നമുക്ക് എന്ത് വറ്റിച്ച് ക്ലീൻ ചെയ്തിട്ട് അതിൽ വെള്ളം റീഫിൽ ചെയ്തിട്ട് നാളെ നമുക്ക് മീനാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കിന്ന് വെള്ളം ഫൈനലായിട്ട് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇന്ന് മൈ ഫാമിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ഡയറക്റ്റ് വെയിലടിച്ചിട്ട് ഓവർ ചൂട് തട്ടാത്ത സ്ഥലത്തും അതുപോലെ തന്നെ നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്തുമായിട്ടാണ് നമ്മുടെ ഇൻക്യുബേറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഓഗസ്റ്റ് 22-നായിട്ടാണ് നമ്മൾ ഈ ഇൻക്യുബേറ്ററിനകത്ത് താറാവിൻ്റെ മുട്ട വെക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇന്ന് 5-ാം തീയതി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോവാണ്. അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻക്യുബേറ്റർ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഇൻവേർട്ടർ ഉണ്ടോ, അപ്പോൾ ഇത് എത്രത്തോളം വർക്ക് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഇൻവേർട്ടർ സംവിധാനം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിപ്പോൾ ഒരു റിസ്ക് ആണ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ ഇത് മേടിച്ച സമയത്ത് നമ്മുടെ സുഹൃത്ത് മജീദ് ഭായ് നമുക്ക് തന്നിട്ടുള്ളൊരു വലിയൊരു ഇൻഫർമേഷൻ തന്നെ ഉണ്ടായിരുന്നു. അതായത് 10 മണിക്കൂർ കറണ്ട് പോയി കഴിഞ്ഞാൽ 10 മണിക്കൂറോളം ഇത് നിൽക്കും, പക്ഷെ ഒരിക്കലും ഇത് ഓപ്പൺ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ നമുക്ക് അത്തരം സിറ്റുവേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മാക്സിമം നമ്മൾ ഇൻവേർട്ടർ സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് എങ്ങനെയായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. നല്ല രീതിയിൽ തന്നെ ചൂടുണ്ട്, ചെറിയ രീതിയിലൊരു സ്മെല്ലും ഉണ്ട് ഓപ്പൺ ചെയ്ത സമയത്ത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇപ്പോൾ നോക്കിയ സമയത്ത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതൊക്കെ കണ്ടില്ലേ, ഒരു കളർ വ്യത്യാസം കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയൊരു ബ്ലാക്ക് കയറി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതിനൊരു ചെറിയ ബ്ലാക്ക് ഫീൽ തോന്നുന്നുണ്ട്. അങ്ങനെ രീതിയിലുള്ള കുറേ വ്യത്യാസങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ കുറേ സുഹൃത്തുക്കൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്ത് മാർക്ക് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വെക്കുന്നത്. കണ്ടില്ലേ, പ്ലസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു ദിവസം തന്നെ 2 നേരം 3 നേരം വെച്ചിട്ട് നമ്മളിതിന്ന് മറിച്ച് വെക്കാറുണ്ട്. തുടക്കത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് മറിച്ച് വെക്കുന്ന സമയത്ത് ഇത് ചൂട് എല്ലാ സ്ഥലത്തും തട്ടാനാന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരുന്നു. പക്ഷെ അത് മാത്രമല്ല, ഈ മുട്ടയ്ക്ക് നല്ല രീതിയിൽ ഇളക്കം കിട്ടാനും വേണ്ടിയിട്ടും കൂടിയാണ് ഇത് എപ്പോഴും ഇങ്ങനെ ഒരു 2 നേരം 3 നേരമൊക്കെ മറിച്ച് വെക്കുന്ന ഒരു സംവിധാനം ചെയ്യുന്നതെന്നാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർ. അപ്പോൾ ഇതിലിപ്പോൾ വെള്ളം കണ്ടില്ല കുറഞ്ഞിട്ടുണ്ട്, വെള്ളം കയറ്റി കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ വെള്ളം ഈ ലെവലിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒരു 90% ലെവലിലേക്ക്, ഗ്ലാസിൻ്റെ 90% ലെവലിലേക്ക് വെള്ളം എത്തിക്കാണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വൈകിപ്പിക്കണ്ട. ഇനി നമുക്ക് ഇതിൻ്റെ ഭ്രൂണം ടെസ്റ്റ് ചെയ്യാം, ഓരോന്നെടുത്ത് നോക്കിയിട്ട്. നമ്മൾ ഭ്രൂണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് എഗ്ഗ് സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം നമ്മൾ ഭ്രൂണം ടെസ്റ്റ് ചെയ്യണം.
അപ്പോൾ ബ്രൂൺ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെച്ചാൽ നമ്മൾ എഗ്ഗ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഗ്ഗിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ കൂർത്ത ഭാഗം മുകൾ ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ബ്രൂണോ ടെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ അടിവശത്ത് ചെറിയ രീതിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചിലപ്പം കാണാൻ പറ്റും. എത്രത്തോളം ക്യാമറയിൽ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഒരു എയർ കുടുങ്ങിയ ഒരു അവസ്ഥ ചിലപ്പം ചിലതിനൊക്കെ ഇവിടെ എഗ്ഗിന് അടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇവർക്കൊക്കെ ഒരു കളറ് മാറിയിട്ട് എയർ കുടുങ്ങിയ അവസ്ഥ ചില ഏരിയയൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഭ്രൂണം സെറ്റായിട്ടുള്ള, അത് വിരിയാൻ സാധ്യതയുള്ള മുട്ടകളാണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൂർത്ത ഭാഗം മുകളിലേക്ക് വന്നിട്ട് അടിവശത്ത് നമ്മൾ എന്ത് ചെയ്യാം, മൊബൈലിൻ്റെ വെട്ടോ ടോർച്ചോ എന്തെങ്കിലും അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ആ ഭ്രൂണം, അത് വിരിയാൻ സാധ്യതയുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതിനകത്ത് ആ ഷെയ്ഡ് ശരിക്കും നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. നമുക്കൊന്നും ഇതിപ്പോൾ പുറത്തൊക്കെ മൊത്തം വെട്ടുണ്ടായതുകൊണ്ട് എത്രത്തോളം കിട്ടുന്നുണ്ട് അറിയില്ല. രാത്രിയാണെങ്കിൽ ഒരു പക്ഷേ ഭ്രൂണം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി സക്സസ് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടാവും. എങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഇവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ വിരിയാൻ സാധ്യതയുള്ള, കണ്ടില്ലേ, വിരിയാൻ സാധ്യതയുള്ള മുട്ടകളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ആ പേപ്പറിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ അപ്ഡേഷനൊക്കെ വരുന്ന ദിവസങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നമുക്ക് വീട്ടിനകത്തേക്ക് ഇരുട്ടുള്ള റൂമിൽ വെച്ചിട്ടൊന്ന് നോക്കാം എത്രത്തോളം കിട്ടുന്നുണ്ടെന്നുള്ളത്, വിഷ്വൽ എത്രത്തോളം പകർത്താൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ അകത്തേക്ക് ഇരുട്ടുള്ളൊരു മുറിയിലേക്ക് വന്ന് നോക്കിയതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. കണ്ടില്ലേ, ആ ഒരു ഭ്രൂണം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത് ഇത് തന്നെയാണ് ഇതെന്നാണ് നമ്മൾ തോന്നുന്നത്. നമുക്കെങ്ങനെയാലും വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇനി അധികം വെയിറ്റ് ചെയ്യാനൊന്നുമില്ല. ഒരു 25 ദിവസത്തായിട്ടാണ് ടോട്ടൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ തന്നെ ഒരു 10-12 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി പകുതി ദിവസം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ താറാമുട്ടയുടെ ഭ്രൂണം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിൽ നോക്കിയിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഇതിലുണ്ടായിരുന്നത്. അത് പ്രകാരമാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത്. കോഴിമുട്ട ആണെങ്കിൽ 3 ദിവസം മുതൽ ഭ്രൂണം കണ്ടു തുടങ്ങുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു എട്ടുകാലി രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഇടിമിന്നൽ രൂപത്തിലൊക്കെ ഫീൽ ചെയ്യുന്നതാണ് ഇതിൽ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഓരോ ദിവസത്തെ വളർച്ചക്കനുസരിച്ച് അതിൽ മാറ്റം വരുന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. 3 ദിവസം മുതൽ 3, 4, 5, 7, 8 ദിവസം മുതലൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് ഭ്രൂണത്തിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എത്രത്തോളം വേരിയേഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ നോക്കിയ സമയത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒട്ടുമിക്ക മുട്ടകളിലും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിമുട്ടയുടെ കാര്യത്തിലാണ് ഈ 3 ദിവസം മുതൽ പറഞ്ഞത്. താറാമുട്ടയാണെങ്കിൽ ഏകദേശം 9 ദിവസം മുതലൊക്കെയാണ് ഈ ഭ്രൂണം കണ്ടു തുടങ്ങാൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാടമുട്ട ആണെങ്കിൽ നല്ല റിസ്ക് ആയിട്ടുള്ള ജോബ് തന്നെയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഭ്രൂണം ടെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ. കൂടുതൽ അറിയുന്നവർക്ക് ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അറിയാത്തവരെ സംബന്ധിച്ച്, തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ചിലപ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ട് കാണിക്കുന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇത് വായിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഭ്രൂണം ടെസ്റ്റ് ചെയ്ത സമയത്ത് ഒട്ടുമിക്കതിന് ആ ബ്ലാക്കിഷ് കളറിലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇനി എത്രത്തോളം ഇതിന്റെ റിസൾട്ടൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാനുണ്ട്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര എണ്ണം വിരിഞ്ഞിട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുള്ളതും അതിന്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങൾ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഭ്രൂണം ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈം നമ്മളിത് ചെയ്യാണ്. അപ്പോൾ ഒരു സെക്കൻഡ് ടൈം, തേർഡ് ടൈം ആകുമ്പോഴത്തേനൊക്കെ നമുക്ക് ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് 90 താറാമുട്ടയാണ് നമുക്ക് വിരിയിപ്പിക്കാനുള്ള സ്പേസ് ഉള്ളത്. കോഴിമുട്ട ആണെന്നുണ്ടെങ്കിൽ 100 മുതൽ 120 വരെ ഉള്ള കോഴിമുട്ടകൾ ഇതിനകത്ത് വിരിയിപ്പിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഭ്രൂണം ടെസ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യും, ഈ കേടുവന്ന മുട്ടയാണ്, അത് ഭ്രൂണം ഇല്ലാത്ത മുട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുത്ത് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ആ സ്പേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ ചില ഫാമുകളിൽ നിന്ന് നമ്മൾ ഈ താറാമുട്ട അല്ലെങ്കിൽ കോഴിമുട്ടൊക്കെ ചില ഫാമുകളിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ആ മുട്ടകളുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇൻക്യുബേറ്റർ വെച്ചിട്ട് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. കാരണം അവിടുന്ന് കിട്ടുന്ന മുട്ടകളൊന്നും ഭ്രൂണം ഇല്ലാത്തത് അല്ലെങ്കിൽ വിരിയാൻ സാധ്യതയില്ലാത്ത മുട്ടകളാണ്. പിന്നെ നമുക്ക് ആ ഫാമിൽ നിന്ന് ഇത് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ കോഴിമുട്ട ആണെങ്കിൽ താറാമുട്ട ആണെങ്കിൽ നമുക്ക് എവിടുന്നാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ആ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഫാമിൽ നിന്ന് നമ്മൾ പ്രത്യേകം പറയണം നമുക്ക് വിരിയിപ്പിക്കാനുള്ളതാണ്, ഇൻക്യുബേറ്ററിൽ വിരിയിപ്പിക്കാനുള്ളതാണ്, കൊത്തുമുട്ട വേണമെന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ വാങ്ങാൻ. അങ്ങനെയുള്ളത് അവർ തന്നു കഴിഞ്ഞ് നമ്മൾ വിരിയിപ്പിച്ചിട്ട് അത് വിരിയുന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ഇടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തീരുമാനിക്കാം അവിടുന്ന് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളത്. അപ്പൊ നല്ല രീതിയിലുള്ള കോഴിമുട്ട അല്ലെങ്കിൽ താറാമുട്ട നമ്മൾ വിരിയിപ്പിക്കാനുള്ള ഇത് നല്ല രീതിയിലുള്ള മുട്ടകൾ നമ്മൾ വാങ്ങി സെലക്ട് ചെയ്യാനുള്ള തീരുമാനമാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഫാമിൽ നിന്നാണ് എടുത്തത്. ഇപ്പൊ ഇതുവരെ വലിയ കുഴപ്പമില്ലാത്ത സ്റ്റേജ് കടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ അപ്ഡേഷൻ എന്താണെന്നുള്ളതും കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സിമെന്റ് ടാങ്ക് സെറ്റ് ചെയ്തൊക്കെ കാഴ്ചകളിലേക്ക് പോകാം.
നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സിമെൻറ്റ് ടാങ്കുകളിൽ നമ്മളിത് വാഴപ്പിണ്ടിയുടെ പ്രയോഗം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ കല്ലുപ്പിട്ടത്. കല്ലുപ്പിട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 ദിവസം പിന്നിട്ടുണ്ട്. അപ്പോൾ വലിയ താങ്ക്സ് ഉണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിൽ. അതിൽ കുറച്ച് സുഹൃത്തുക്കൾ കഴിഞ്ഞ വീഡിയോക്ക് താഴെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കല്ലുപ്പ് ഇട്ടത് അളവ് കുറച്ച് കൂടിപ്പോയി, കാരണം അത്രയും കല്ലുപ്പിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം വെള്ളം ഫില്ല് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളിലാണ് ചെറിയൊരു അബദ്ധം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വെള്ളം നമ്മൾ എന്ത് ചെയ്യണം, റീഫിൽ ചെയ്യാൻ പോകണം. അങ്ങനെ നമ്മൾ ടാങ്കുകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് പുതിയ വെള്ളം നിറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണങ്ങിയ വാഴയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയൊരു അബദ്ധം ചെറുതായിട്ട് പറ്റിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടാങ്ക് ഒന്ന് പൊക്കിയിട്ടുണ്ടായിരുന്നു. ആ പൊക്കിയ സമയത്ത് ക്രർന്ന് പറഞ്ഞൊരു ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ ഇതിൻ്റെ എവിടെയെങ്കിലൊക്കെ സിമെൻറ്റ്, കാരണം ഇത് തെർമോക്കോളാലോ, എവിടെയെങ്കിലും പൊട്ട് സംഭവിച്ചോ എന്തോന്നും അറിയില്ല. സിമെൻറ്റ് ഇതിൽ തേച്ച് പിടിപ്പിച്ചതിൽ ഒക്കെ വരും ദിവസങ്ങളിലൊക്കെ അറിയാൻ പറ്റും എന്തെങ്കിലും ഉണ്ടോയോ ഇല്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ എങ്ങനെയായാലും ഒരു 1-2 ദിവസം ഈ വെള്ളം പഴകിയതിന് ശേഷം ഒന്നെങ്കിൽ നാളെ തന്നെ നമുക്ക് ആക്കാം, അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ ആക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ ഫ്രീ ടൈമിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ നമുക്ക് ടാങ്കിൽ മീനാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ നാളെ വെൽഡർമാരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കിളിക്കൂടിനുള്ള സെറ്റപ്പൊക്കെയാണ് നാളെ നമുക്കിവിടെ ചെയ്യേണ്ടി വരും, വെൽഡർമാർ വരികയാണെങ്കിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ മൈ ഫാമിങ്ങിൽ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ കൂടുതൽ വീഡിയോസൊക്കെ വരുന്ന വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക, കഴിയുന്നവരൊക്കെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക.